ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ HF ഡീലക്സ് ആണ് വണ്ടി. അതിനകത്ത് നമുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഒന്ന് പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പെട്രോൾ മീറ്റർ അതായത് ഫ്യൂൽ മീറ്റർ പ്രോപ്പറായിട്ട് അതിൻ്റെ അളവ് കാണിക്കുന്നില്ല എന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൈലേജ് ചെക്കപ്പ്, പെട്രോൾ സ്മെല്ല് പോലെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചെക്കപ്പ്, പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെട്രോൾ ലീക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് സംഭവം ചെക്ക് ചെയ്ത് നോക്കി. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കാണുന്നില്ല. അതായത് നമ്മൾ മാക്സിമം അതിൻ്റെ റൊട്ടേഷൻസൊക്കെ നമ്മൾ ചെയ്ത് നോക്കി. ഇപ്പോൾ ഷെയ്ക്ക് ചെയ്തത് നമ്മളിപ്പോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്യിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നം, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പെട്രോൾ പൈപ്പ് ലീക്കേജോ അങ്ങനെ വേറെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. സ്മെല്ലിൻ്റെ കേസ് പറഞ്ഞാൽ അങ്ങനെയും പ്രോബ്ലം ഒന്നും കാണുന്നില്ല. മൈലേജ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിന് നമ്മൾ കാർബറേറ്റർ ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ട്യൂണിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെയുള്ള മെയിനായിട്ട് പറഞ്ഞ ഞങ്ങളുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂൽ മീറ്റർ, പെട്രോൾ മീറ്റർ കൃത്യമായിട്ട് അതിൻ്റെ അളവ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനത് നോക്കിയായിരുന്നു, അതിൻ്റെ അളവ് കറക്റ്റ് അല്ലായിരുന്നു. നമ്മളതിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് നമുക്ക് പെട്രോൾ അളവ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 100 രൂപയ്ക്ക് പെട്രോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വണ്ടി കിടക്കുന്നത് മെയിനിലാണ്, റിസർവിൽ നിന്ന് മെയിനിലേക്കാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ മെയിനിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 300-400 മില്ലിയോളം പെട്രോൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മീറ്ററിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മീറ്ററിൽ നമുക്ക് ഈ ഇവിടെ നിന്ന് റെഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ടോ, ആ ചെറിയൊരു സ്റ്റെപ്പ് പോലെ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ റിസർവായിട്ട് വന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 100% ഇത് കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് തന്നെ വരും എന്ന് പറയാൻ പറ്റില്ല. ആ റെഡിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസർവ് വേണ്ട. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇച്ചിരി നീട്ടത്തിൽ താഴേക്കുള്ള റെഡ് കഴിഞ്ഞിട്ട് വന്ന ഭാഗത്ത് വന്ന വീതിയുള്ള റെഡ് കട്ടയിൽ അതിൻ്റെ പകുതിക്ക് കണക്കാക്കിയാണ് അതിൻ്റെ റിസർവ് ആവുന്നത്. അത് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തേക്കുന്നത്. വർക്കിംഗ് കറക്റ്റാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ 100 രൂപയ്ക്ക് അഡീഷണൽ പെട്രോളും മേടിച്ച് കറക്റ്റ് റിസർവ് ആക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു നോക്കിയത് കേട്ടോ. അപ്പോൾ വർക്കിംഗ് കറക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ ലെവലൊക്കെ കറക്റ്റായിട്ടുണ്ട്, നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കണത്. അപ്പോൾ നമ്മൾ കളർ നോക്കി നമുക്ക് 100% ഓയിൽ മാറ്റാറായിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ഓടി എന്നതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓയിൽ ചേഞ്ചൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഓയിലിന് വേറെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ കൂടി കൂട്ടത്തിൽ നമ്മൾ പോയി എടുക്കാനുണ്ട്. അപ്പോൾ ഇത്ര കേസ് മാത്രമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ജനറൽ സർവീസുമായിട്ടുള്ള ബന്ധപ്പെട്ട വർക്കുകളോ വേറെ വർക്കുകളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ.